ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കലിനെതിരായ കോടതി വിധിക്ക് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ. സംസ്ഥാനത്ത് ആകെയുള്ള 1,66,000 ഏക്കർ വിദേശ തോട്ട ഭൂമികൾ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് വിധി തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. വയനാട്ടിൽ മാത്രം സർക്കാരിന് തിരിച്ചു പിടിക്കേണ്ടത് 54,000 ഏക്കറിൽ ഏറെ വിദേശത്തോട്ട ഭൂമിയാണ്. ജനം എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, കോടതിയുടെ വിധി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അക്കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ഈ വയനാട്ടിലെ കണക്ക് മാത്രം പരിശോധിക്കുമ്പോൾ അത് ഏറെ ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഗി, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വിദേശ കമ്പനികൾ അല്ലെങ്കിൽ വിദേശ പൗരന്മാർ വച്ചിരിക്കുന്ന പ്ലാന്റേഷൻ ഭൂമികൾ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സർക്കാരുകൾ മുൻകാലങ്ങളിൽ നൽകിയതാണ്. ആ പ്ലാന്റേഷനുകളുടെ ചുമതല ഇപ്പോഴും ഇവർ തന്നെയാണ് കൈവശം വച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില പ്ലാന്റേഷനുകളിലേക്ക് നടന്നിരുന്നത് പ്രത്യേകിച്ച് ഈ കരാറുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില നിബന്ധനകൾ സർക്കാർ സംവിധാനത്തിൽ ഇവർക്ക് വിദേശ കമ്പനികൾക്കും വിദേശ പൗരന്മാർക്കും നൽകുമ്പോൾ ചില കരാറുകൾ അല്ലെങ്കിൽ ആ നിബന്ധനകൾ തെറ്റിച്ച ചില ഭൂമികൾ സംസ്ഥാന സർക്കാർ നേരത്തെ തിരിച്ചു പിടിച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ചില കോടതി വിധികൾ, ആ കോടതി വിധികൾ വിദേശ പൗരന്മാർക്ക് അനുകൂലമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിദേശ കുത്തക കമ്പനികൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് ഈ പ്ലാന്റേഷൻ കേസുമായി ബന്ധപ്പെട്ട വിധികൾ വരുന്നു എന്നതാണ് ഏറ്റവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിലെ പ്രധാന കാരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ വിദേശ കുത്തക കമ്പനികളുടെ കയ്യിൽ അല്ലെങ്കിൽ വിദേശ പൗരന്മാരുടെ കയ്യിലിരിക്കുന്നത് 1,66,000 ഏക്കർ ഭൂമിയാണ്. ഈ ഏക്കർ ഭൂമിയുടെ ചുമതല അത് വിവിധ ജില്ലകളിലായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട് ജില്ലയിൽ മാത്രം 54,756.69 ഏക്കർ ഭൂമി, ഇടുക്കിയിൽ 54,722.45 ഏക്കർ ഭൂമി, കൊല്ലത്ത് 11,203.84 ഏക്കർ ഭൂമി, പത്തനംതിട്ടയിൽ 10,720.76 ഏക്കർ ഭൂമി. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഭൂമികളെല്ലാം നിലവിലെ സാഹചര്യത്തിൽ മുൻ പാട്ടക്കരാറുകളൊക്കെ ലംഘിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ സർക്കാർ അല്ലെങ്കിൽ നടപടിക്രമവുമായി ഏതെങ്കിലും ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഒരു കോടതിയുടെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സിവിൽ കേസാക്കി മാറ്റി ഇപ്പോഴും കൈവശം വച്ചിരിക്കാനാണ് ഈ പ്രത്യേകിച്ച് ഈ വിദേശ പൗരന്മാരാകട്ടെ വിദേശ പ്ലാന്റേഷൻ ഉടമകളാകട്ടെ ഇവരൊക്കെ ചെയ്തു പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നേരത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ജില്ലകളിൽ ഉടമസ്ഥാവകാശം തിരിച്ചു പിടിക്കാൻ കളക്ടർമാർ വഴി സർക്കാർ നൽകിയിരുന്ന സിവിൽ കേസുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ എന്നാൽ ഇതേ ഗണത്തിൽപ്പെടുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ പാലാ കോടതിയുടെ വിവിധ വിദേശ തോട്ട ഭൂമികൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾക്ക് പാലാ കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിരീക്ഷണം ഈ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു കാര്യത്തിലുള്ള കേസിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വിദേശ പ്ലാന്റേഷനിലെ ഉടമസ്ഥന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ കോടതി നിരീക്ഷണം തിരിച്ചടിയാകാൻ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന് ഏൽക്കേണ്ടി വരും ഈ കോടതി വിധിയിലൂടെ എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1,66,000 വരുന്ന ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കേരളത്തിൽ ഇപ്പോഴും ഈ വിദേശ കുത്തക കമ്പനികൾ അല്ലെങ്കിൽ വിദേശ പൗരന്മാർ കൈവശം വച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്വാതന്ത്ര്യാനന്തരത്തിന് മുമ്പ് നൽകിയതാണ്. ഈ പാട്ടക്കരാർ വ്യവസ്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ചില നിബന്ധനകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. ഈ നിയമവ്യവസ്ഥയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥയുടെ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് സംസ്ഥാനത്തെ ഈ വിദേശ കുത്തക കമ്പനികളും വിദേശ പൗരന്മാരും ഇപ്പോഴും ഈ പ്ലാന്റേഷൻ ഭൂമികൾ കൈവശം വച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ വിദേശ പൗരന്മാരുടെ കയ്യിലും വിദേശ പ്ലാന്റേഷൻ ഉടമകളുടെ കയ്യിലിരിക്കുന്ന ഭൂമികൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷേ
നടപടിക്രമങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്ത് ഇഴയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്ത. എന്തായിരുന്നാലും സംസ്ഥാനത്ത് കൃത്യമായ രീതിയിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു ഇടപെടലുണ്ടായാൽ ഈ ഭൂമികൾ സംസ്ഥാനത്തിന് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അത് നിബന്ധനകൾ തെറ്റിച്ച പാട്ടക്കരാർ വ്യവസ്ഥയിലുള്ള ഭൂമിയാണെങ്കിൽ കൃത്യമായി തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ചില കോടതിക്ക് കേസുകൾ വരുമ്പോൾ ഈ സിവിൽ കേസുകളിൽ കോടതിയിൽ ഈ റവന്യൂ വകുപ്പ് അപ്പീൽ ചെയ്യുന്നതിൽ വരുന്ന വീഴ്ചകൾ തന്നെയാണ് ഈ പാലാ കോടതിയിൽ ഇപ്പോൾ ഈ വിദേശ പ്ലാന്റേഷൻ കമ്പനികൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും മേൽക്കോടതിയുടെ നടപടികളൊക്കെ ഇനിയും ഇതിനു മുകളിലായി നടക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും കൂടുതൽ ജാഗ്രതയോടുകൂടി ഇക്കാര്യങ്ങളിൽ ഇടപെട്ടാൽ മാത്രമേ സംസ്ഥാനത്തിൻ്റെ ഭൂമി വിദേശ കമ്പനികളുടെ കയ്യിലും ഒപ്പം തന്നെ വിദേശ പ്ലാന്റേഷൻ, പ്രത്യേകിച്ച് പ്ലാന്റേഷൻ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒപ്പം തന്നെ വിദേശ പൗരന്മാരുടെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റേഷൻ ഭൂമികളും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. രാഖി. ശരി വിനീഷ്.